നമുക്കിന്നേ ഡിഡ് വാസം വേറും വരുന്നത് എങ്ങനെയാന്ന് നോക്കാം. ചിലതിനകത്ത് ഡിഡ് ചേർക്കും, ചിലതിനകത്ത് വാസം അല്ലെങ്കിൽ വേറ് ചേർക്കും. അതെന്താന്ന് നോക്കാം. അത് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് പേരുണ്ട്. ഡിഡ് ചേർക്കുന്ന എവിടാന്നറിയാവോ? ആക്ഷൻ വെർബ് ഉള്ള സെന്റൻസിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും. ഡിഡ് യു ഗോ ടു ദ പാർട്ടി? നീ പാർട്ടിക്ക് പോയായിരുന്നോ? ഡിഡ് യു ഈറ്റ് ദ ലഞ്ച്? നീ ആ ഉച്ചഭക്ഷണം കഴിച്ചായിരുന്നോ? ഡിഡ് ഷീ ഫിനിഷ് ദ വർക്ക്? അവൾ ആ വർക്ക് പൂർത്തിയാക്കിയോ? ഡിഡ് യു വാച്ച് ദ മൂവി? നീ ആ സിനിമ കണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പം എന്ത് ചേർക്കും? ഡിഡ് ചേർക്കും. അതിലെല്ലാം എന്തുണ്ട്? ആക്ഷൻ വെർബ് ഉണ്ട്. ആക്ഷൻ വെർബ് വരുമ്പോഴാണ് ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഡിഡ് ചേർക്കുന്നത്. ഈ വെർബ് വരുമ്പോഴെപ്പോഴും ഈ ഡിഡ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആക്ഷൻ വെർബിന്റെ ഫസ്റ്റ് ഫോം V1 മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. V1 മനസ്സിലായോ? ഈ ആക്ഷൻ വെർബ് ഇല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് വാസും വേറും ചോദ്യത്തിൽ വരുന്നത്. അതെവിടാണ് നമുക്ക് നോക്കാം. ഈ അവസ്ഥ, സിറ്റുവേഷൻ ഒക്കെ പറയുമ്പോഴാണ് ആക്ഷൻ വെർബ് ഇല്ലാത്തത്. കാരണം നീ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നോ? അതൊരാള് പ്രവൃത്തി ചെയ്യുകയല്ല, ആക്ഷൻ വെർബ് അല്ല. ഇപ്പോഴേ ഓഫീസിലുണ്ടായിരുന്നോ? തിന്നുക, കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്, ആക്ഷൻ വെർബാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് ചോദ്യമാക്കുമ്പോൾ നമ്മൾ ഡിഡ് ചേർത്തിട്ട് വെർബിന്റെ ഫസ്റ്റ് ഫോം ചേർക്കുന്നത്, V1 ചേർക്കുന്നത്. വാസും വേറും വരുന്നത് അവസ്ഥ, സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആക്ഷൻ വെർബ് ഇല്ലാത്ത സെന്റൻസിൽ ചോദ്യം വരുമ്പോഴാണ്. ഇപ്പൊ അവൾ ക്ഷീണിത ആയിരുന്നു, അതിന് നമുക്ക് ചോദ്യം. ക്ഷീണിത എന്ന് പറഞ്ഞാൽ അതൊരു സിറ്റുവേഷൻ, അവസ്ഥയാ, വെർബല്ല, അതൊരു ജോലിയല്ല, പ്രവൃത്തിയല്ല. അവൾ ക്ഷീണിത ആയിരുന്നു. ആ സെന്റൻസിനെ നമുക്ക് എങ്ങനെ ചോദ്യമാക്കാം? ചോദ്യമാക്കുമ്പോ ആദ്യം ഹെൽപ്പിംഗ് വെർബാണ്. ഷീ വാസ് ടയേർഡ്. അവൾ ക്ഷീണിത ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹെൽപ്പിംഗ് വെർബ് ആദ്യം എഴുതും. വാസ് ഷീ ടയേർഡ്. അവൾ ക്ഷീണിത ആയിരുന്നു. യെസ്റ്റർഡേ വേണമെങ്കിൽ യെസ്റ്റർഡേ ചേർക്കാം. കഴിഞ്ഞ കാലം പറയുമ്പോൾ പറയാം. അല്ലെങ്കിൽ ഇന്നലത്തെ കാര്യമോ അല്ലെങ്കിൽ രാവിലത്തെ കാര്യമോ എന്തെങ്കിലും കഴിഞ്ഞ കാര്യം പറയുമ്പോഴാണ് പാസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഷീ വാസ് ടയേർഡ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ ക്ഷീണിത ആയിരുന്നു. അതിനെ ചോദ്യം ആക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാസ് ചേർക്കുന്നത്. വാസ് ഷീ ടയേർഡ് യെസ്റ്റർഡേ. ഇന്നലെ അവള് ക്ഷീണിത ആയിരുന്നു. ഇനി വാസം വേറും ചേർക്കുന്ന എവിടാന്ന് നമുക്കറിയാം. വാസ് ചേർക്കുന്ന ഏകോചനമാകുമ്പം വേറെ ചേർക്കുന്നത് ബഹുവചനമാകുമ്പോ. അവരിന്നലെ ഓഫീസിൽ ഉണ്ടായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? വേർതേ വേറായിരുന്നു. ബഹുവചനം ചോദിക്കുമ്പോ ഇവിടെ ദേ എന്ന് പറഞ്ഞാൽ അവര്. ദേ വേർ അറ്റ് ദ ഓഫീസ് യെസ്റ്റർഡേ. അവരിന്നലെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പൊ അവരുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേർ ദേ അറ്റ് ദ ഓഫീസ് യെസ്റ്റർഡേ. അവരിന്നലെ ഓഫീസിൽ ഉണ്ടായിരുന്നു. ഇനി അവളൊരു ഡാൻസർ ആയിരുന്നു. അവളൊരു നർത്തകി ആയിരുന്നു. ഇപ്പോഴല്ല, വയസ്സായി, നൃത്തം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞു, ആ പരുവത്തിയിരിക്കും. അപ്പോഴ് ഇപ്പൊ ഡാൻസർ അല്ല, ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല, പണ്ടായിരുന്നു. അപ്പം ഷീ വാസ് എ ഡാൻസർ എന്ന് നമ്മൾ പറയും. അതിനെ നമുക്ക് ചോദ്യമാക്കാൻ എന്തോ പറയും? വാസ് ഷീ എ ഡാൻസർ. അവിടെ ആക്ഷൻ വെർബ് ഇല്ല. അതേസമയം അവൾ ഡാൻസ് ചെയ്തോ എന്ന് ചോദിക്കാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഡിഡ് ഷീ ഡാൻസ്. അവൾ ഡാൻസ് ചെയ്തോ. മനസ്സിലായോ? അല്ലെങ്കിൽ ഡിഡ് ഷീ സിംഗ്. അവൾ പാടിയോ. അവൾ സിംഗർ ആയിരുന്നു എന്ന് പറയുക. ഷീ വാസ് എ സിംഗർ. അവളൊരു സിംഗർ ആയിരുന്നു. അതിനെ ചോദ്യമാക്കുമ്പോ അവൾ സിംഗർ ആയിരുന്നു എന്ന് ചോദിക്കാൻ വാസ് ഷീ എ സിംഗർ. അതേസമയം അവർ പാടി എന്നാ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യാം? അതൊരു പ്രവൃത്തിയാ. അങ്ങനെ പറയുമ്പം ചോദ്യം വരുമ്പോ ഡിഡ് ചേർക്കും. ഇപ്പൊ തിരിഞ്ഞു. ഡിഡ് ഷീ സിംഗ്. അവൾ പാടിയോ. ഇപ്പം ഡിഡും വാസും വേറും തമ്മിലുള്ള വ്യത്യാസം എവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദ്യത്തിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായോ?